ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. പൊട്ടത്തിക്ക് ഇപ്പോഴാണ് പിന്നെല്ലാം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ പരിപാടിക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനുണ്ട്, ശാലുട്ടുണ്ട്, സുട്ടുണ്ട്. അപ്പോൾ സുട്ടുവിന് അറിയില്ല എന്തിനാ പോകുന്നതെന്നുള്ളത്. പൊട്ടത്തി എന്താണെന്ന് അറിയാണ്ട് വേക്കിൽ കുത്തിരിച്ചിട്ട് എങ്ങോട്ടാന്ന് പോലും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള അറിയില്ല എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണോ? കൊടുവള്ളി എന്ന സ്ഥലത്താണ് പോകുന്നത്. സുട്ടോ, നമ്മൾ എന്തിനാ പോകുന്നത്? ഉണ്ടോ? പൊട്ടത്തിയാ ചാടി കയറി കുത്തുന്നുണ്ട്, എന്തിനാ അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്നത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. എന്നോട് പറഞ്ഞിട്ടില്ല എങ്ങോട്ടാ എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കൂടെ പോകുന്നുണ്ട്. എവിടേക്കാന്നറിയാത്ത യാത്രകൾ വരാൻ പറഞ്ഞു, ഞാൻ വന്നു. എങ്ങോട്ടാ എന്താണെന്നും പറഞ്ഞില്ലേ. ശാലുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നതെന്ന് അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും ലോങ് അങ്ങോട്ടേക്ക് പോകുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. കയറുന്ന രാവിലെ തൊട്ട് മഴയാണ്. ഷോപ്പ് എത്താനായെന്ന് പറഞ്ഞ് എന്ത് ഷോപ്പാന്ന് അറിയില്ല, അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഗായ്സ്, ഇതായിരുന്നു ആ ഷോപ്പ് എന്ന് പറയണത്. അത് നല്ല മഴയിൽ നമ്മൾ കയറി വന്നു. ആ വീഡിയോസ് നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അത് കണ്ടാൽ ആദ്യം ഒന്ന് വണ്ടടിച്ച് നിന്നു കേട്ടോ. ഏട്ടൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇവിടേക്കാണെന്ന് എനിക്ക് യാതൊരു സൂചനയും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എല്ലാവരും ഇടയിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് എന്തോ ഒരു മടി. അതിന് ശേഷം ഞാൻ പിന്നെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്ന് പറയുന്നത്. ഈ ഒരു ഫോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വലിയ ആഗ്രഹമായിരുന്നു പ്രോ സീരീസ് എന്നുള്ളത്. ആ ഒരു ആഗ്രഹം ഇവിടെ നടന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ നമ്മളത് കളക്ട് ചെയ്തിട്ട് ഇറങ്ങി. നല്ല ബ്ലോക്കാണ്, നമ്മൾ ബ്ലോക്കിൽ കൂടിയും കിടക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മളവിടുന്ന് ഒരു ഉച്ച സമയത്തായിരുന്നു ഇറങ്ങിയത്. അവിടെ ചെന്ന് നമ്മൾ പോകുന്ന ആ ഒരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കളക്ട് ചെയ്യാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളത് കളക്ട് ചെയ്ത് നമ്മൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ. തിരിച്ചിതാ പോവാണേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പോകുന്നത്. അത്രയും വിശന്നിട്ടാണ് 3 ആളുള്ളത് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. പറയ്. മറ്റേ വിളിക്കില്ല രാത്രി. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ശാലുവിനെ വീട്ടിലാക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. അതിനുശേഷം നേരെ വീട്ടിലേക്ക് അച്ഛനോട് കാത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ഫോണ് ആർക്കാണ് വാങ്ങിയിട്ടുള്ളതെന്ന് അവളറിയില്ല. അവൾ വിചാരിച്ചത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയാണ്. ഇപ്പോൾ അവൾ ഓൾറെഡി ഒരു ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കറിയില്ല അത് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണെന്ന് അറിയില്ല. അപ്പോൾ സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ വരുന്ന സമയത്ത് അവൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. ഇതുവരെ അറിയില്ല. ഇതുവരെ ഏട്ടൻ ഫോൺ എടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ ഓക്കാണെന്നുള്ള കാര്യം അറിയില്ല. എന്ത് ചെയ്യുമ്പോഴേക്ക് ഞാൻ ഒരു അവസ്ഥ എന്താ നോക്കാം, ഒന്ന് കൊടുത്തു നോക്കിയിട്ട് ഒന്ന് സർപ്രൈസ് അടിച്ചില്ല. അപ്പോൾ ഗൈസ്, ഇതാ അവൾ വരുന്നുണ്ട്. നമുക്ക് നല്ല എന്ത് ചെയ്യുക, ഫോണൊന്ന് കൊടുത്തു നോക്കാം, എന്ത് പറയും നോക്കാം. ഹലോ മാഡം, വാങ്ങിയോ? ആ പോവാ, ചങ്ങാത്തൊക്കെ ഉണ്ട്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. പൊട്ടത്തിക്ക് ഇപ്പോഴാണ് പിന്നല്ലാണ്ട്. അങ്ങോട്ട് ഞെട്ടിയാ? ഇത് സെലക്ട് ചെയ്ത് ഒക്കെ ചെയ്യിപ്പിച്ച് കേസ് വാങ്ങി കവറൊക്കെ വാങ്ങി സെറ്റ് ചെയ്തു.
എന്നാ ഞാൻ കുറച്ചുകൂടി നല്ല കവർ വാങ്ങിയായിരുന്നു. അങ്ങനെ പൊട്ടത്തിക്ക് നമ്മൾ സർപ്രൈസ് കൊടുത്തു ഗൈസ്. ശരിക്കും ആടി നിനക്ക് വേണ്ടി വാങ്ങിച്ചോ? ഇതുണ്ട് ഇതുണ്ട്. അപ്പൊ ഗൈസ് ഇവിടെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. യെസ്, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യണം നമുക്കൊരു രസം. സാധനം വാങ്ങിക്കാൻ പോവാറുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ എന്താ പറയാ എൻഗേജ്മെന്റിലേക്ക് കുറച്ച് സാധനം വാങ്ങാൻ ലീവാണ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പോന്നു. എന്തിനാന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഇവര് രണ്ടാളൂടെ പ്ലാൻ ചെയ്തു. എവിടേക്കാന്ന് ചോദിച്ചിട്ട് അതും പറഞ്ഞില്ല. കേറുന്ന് പറഞ്ഞു. അവിടുന്ന് ഇവിടുന്ന് ഇവർക്ക് കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് അതിന്റെ കൂടെ നമുക്ക് ഹാമറിലേക്കുള്ള കുറച്ച് സാധനം കൂടെ വാങ്ങാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും ഓക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പൊ അവര് അങ്ങോട്ട് അവിടുന്ന് ഒന്നും പോയി വാങ്ങുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ പോയി പോകുന്ന വഴിക്ക് അതൊന്നും ആ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ കുറെ തിരക്കും പിന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പം അവിടെ പോയി സാധനമൊക്കെ എടുത്തു. അപ്പൊ ഇങ്ങനെ എടുക്കാൻ വന്നപ്പോ ഓക്കെ എടുക്കുകയാണ്. അപ്പൊ ഏട്ടൻ എടുക്കാന്ന് പറഞ്ഞു. അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഏട്ടൻ എടുക്കാന്ന് പറയണത് തന്നെ കുറെ ആയി പറയണു എടുക്കണമെന്ന്. അങ്ങനെ അതെടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നിട്ട് ഫോണൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം കവർ ഇന്ന കവർ വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ ഉദ്ദേശിച്ച കവറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കവറൊക്കെ എടുത്ത് ഉള്ള കവറൊക്കെ എടുത്ത് സെറ്റാക്കി വാങ്ങി പോകുന്നു. അല്ലെങ്കിൽ എനിക്കെന്ത് വാങ്ങാറിഞ്ഞാലും ഇവക്ക് ഭയങ്കര എന്താണ് ഒരു സെലക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഞാൻ അതിന് മുന്നേ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോ സീരീസ് ഏതെങ്കിലും വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ അതിന് ഏതൊക്കെ ചാർജറല്ല മറ്റേ കവറൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ബോയ്സിന്റെ ഓരോരുത്തരെ ഇങ്ങനെയൊക്കെ നോക്കി സെറ്റാക്കിയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഇന്ന കവറൊക്കെ വാങ്ങണം എന്നിട്ട് സെറ്റ് ആക്കണം എന്നൊക്കെ. പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസ് രസല്ലേ? ഇതാണ് ഗൈസ് ഇപ്പം നമ്മൾ രാവിലെ പറഞ്ഞ ഒരു ചെറിയ പരിപാടിക്ക് പോകാൻ നേരമായിട്ട് പറഞ്ഞില്ല കേട്ടോ. ഫോണൊക്കെ വാങ്ങി. പിന്നെ ഏട്ടന് എന്റെ കയ്യിൽ ഓൾറെഡി അതുള്ളത് കൊണ്ട് എനിക്ക് ഞാനത് വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഇതില്ലാന്നല്ല പറഞ്ഞത്. ഇതിപ്പോ ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ല. ഏട്ടന് വാങ്ങണം എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പൊ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണല്ലേ. അപ്പൊ അപ്ഡേറ്റഡ് ആവണം എന്നുള്ള അത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം സപ്പോർട്ട് പിന്നെ ഏട്ടൻ്റെ എടുക്കാന്ന് പറഞ്ഞപ്പോ ഏട്ടൻ്റെ എന്റെതും കൂടിയാണെന്ന്. അതെ അപ്പൊ ഞാനതും കട്ടക്ക് അതൊരു സർപ്രൈസ് ആയിരുന്നു എടുക്കാന്ന് പറഞ്ഞ തന്നെ. ഇത് വേറൊരു സർപ്രൈസ് ആയി. അങ്ങനെ പ്രോ സീരീസ് കയ്യിൽ വന്നു ഗൈസ്. താങ്ക് യു. ഇനി പൊളിക്കും. അങ്ങനെ എൻഗേജ്മെന്റിലേക്കുള്ള ഗിഫ്റ്റ് ആണോ ഇത്? ആംബറിലേക്കുള്ളതാ. നേരത്തെ തന്നു കേസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഈ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ആളെ ചെറുതായിട്ടൊന്ന് വണ്ടർ അടിപ്പിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഞെട്ടി. ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഞെട്ടി. പിന്നെ ഏട്ടൻ ആദ്യം എന്റെ കയ്യിലെ സാധനം ഉള്ളത് കൊണ്ട് ഇനി അവൾ വലിയ തോതിൽ ഞെട്ടില്ല എന്നാദ്യേ. പക്ഷെ ഇവിടെ പ്ലസ് ആയിരുന്നു 15+ ആയിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ പ്രോ സീരീസ് ആക്കിയപ്പോ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞെട്ടി. അത്രേ ഉള്ളൂ. സർപ്രൈസ് ആയി. ഭയങ്കര സന്തോഷായി. ഏട്ടൻ എടുത്തപ്പോ തന്നെ സന്തോഷായി. എനിക്ക് പെരുത്ത് സന്തോഷായി. ഇപ്പൊ ഞാൻ വാങ്ങിച്ചെടുക്കേണ്ടി വരും വേറെ. ഇങ്ങോട്ട് തരുമ്പോ ഞാൻ അങ്ങോട്ട് നിന്നാണല്ലോ. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അവിടെ അച്ഛൻ കാത്തിക്കുന്നുണ്ട്. അപ്പൊ ഇനി ലേറ്റ് ആയ പ്രശ്നമാണ്. ഞാൻ ഇവിടുന്ന് ഒരു ചെറിയൊരു ടോപ്പും കാര്യങ്ങളും എടുത്തു. അതും കൂടെ നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. കുറച്ച് ഹാമറിലേക്കുള്ള സാധനങ്ങളും കൂടെ അതിന്റെ ഓട്ടത്തിൽ എൻഗേജ്മെന്റിന് അടുത്ത ദിവസങ്ങൾ കുറവാണ്. അപ്പൊ അടുത്തടുത്ത് വരും. അപ്പൊ നമുക്ക് ഭയങ്കര സമയമില്ല. ഇനി പോണം. ഓണത്തിന്റെ തിരക്കും ഇനിയുണ്ട്. അടുത്ത വീഡിയോ വരുന്നുണ്ട്. വേറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഓരോ വീഡിയോ. ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ലവ് യു.